ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ജോസ്ന ജോസ്. പ്രധാന വാർത്തകൾ. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഓണം ഖാദി മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാന സർക്കാരിന്റെ 4ാം 100 ദിന പരിപാടിയുടെ ഭാഗമായി പാലക്കാട് ജില്ലാതല തദ്ദേശ അദാലത്ത് നാളെ. മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിലാണ് അദാലത്ത്. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക്. ബാഡ്മിന്റൺ ഏഷ്യ ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് മറ്റന്നാൾ ചൈനയിൽ തുടക്കമാകും. ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്നത് 39 താരങ്ങൾ. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷിതമായ തൊഴിലിടങ്ങൾ ഉറപ്പാക്കുന്നതിനായി നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ഫോർഡ, IMA ഉൾപ്പെടെയുള്ള ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെ അഭ്യർത്ഥന പരിഗണിച്ചാണ് തീരുമാനം. വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരുകൾക്കും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ 6 മണിക്കൂറിനകം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് രാജ്യത്തെ എല്ലാ സർക്കാർ ആശുപത്രികൾക്കും കഴിഞ്ഞ ദിവസം കേന്ദ്രം നിർദ്ദേശം നൽകിയിരുന്നു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഓണം ഖാദി മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷത വഹിക്കും. KSFE ഗാലക്സി ചിട്ടികളുടെ ശാഖാതല ഓണക്കോടി സമ്മാന വിതരണത്തിന്റെയും ഉദ്ഘാടനം ഇതോടൊപ്പം നടക്കും. സംസ്ഥാന സർക്കാരിന്റെ 3ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള 4ാം 100 ദിന പരിപാടിയുടെ ഭാഗമായി മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ നാളെ മണപ്പുള്ളിക്കാവിലുള്ള കോസ്മോപൊളിറ്റൻ ക്ലബ്ബിൽ ജില്ലാതല തദ്ദേശ അദാലത്ത് നടക്കും. അദാലത്തിൽ പരാതികൾ നേരിട്ടും നൽകാം. തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിലെ പരാതികൾ തീർപ്പാക്കുകയാണ് അദാലത്തിന്റെ ലക്ഷ്യം. ലൈഫ്, അതിദാരിദ്ര്യം, ജീവനക്കാരുടെ വിഷയങ്ങൾ ഒഴികെയുള്ള 11 വിഷയങ്ങളാണ് അദാലത്തിൽ പരിഗണിക്കുക. adalat.lsgkerala.gov.in എന്ന സിറ്റിസൺ അദാലത്ത് പോർട്ടൽ വഴി ലഭിച്ച പരാതികൾ കൈകാര്യം ചെയ്യാനും കൌണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പോർട്ടൽ മുഖേന മുൻകൂറായി പരാതി നൽകിയ അപേക്ഷകന് പരാതി നമ്പർ, ഉപജില്ലാ സമിതി നമ്പർ എന്നിവ ഉൾപ്പെടുത്തിയ ക്രമനമ്പർ സഹിതം ടോക്കൺ നൽകും. തുടർന്ന് അപേക്ഷകരെ വോളണ്ടിയർമാർ മുഖേന ഉപജില്ലാ സമിതിയിലേക്ക് നയിക്കും. തൃശൂരിൽ നിന്ന് കൊണ്ടുവന്ന മാലിന്യം കണ്ണൂർ ജില്ലയിലെ റോഡരികിൽ തള്ളിയ പാലക്കാട്ടെ ഏജൻസിക്ക് 30,000 രൂപ പിഴ ചുമത്തി. കണ്ണൂർ കൂത്തുപറമ്പ് റോഡിൽ കിഴുത്തള്ളിയിലാണ് മാലിന്യം തള്ളിയത്. പട്ടാമ്പിയിലെ ആക്രി വ്യാപാരിക്കാണ് പിഴ ചുമത്തിയത്. 20ഓളം ചാക്കുകളിലായി മാലിന്യം തള്ളിയ നിലയിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ടെത്തിയത്. പരിശോധനയിൽ തൃശൂർ ജില്ലയിലെ കുന്നംകുളം, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ നിന്നും ശേഖരിച്ച മാലിന്യമാണെന്ന് തിരിച്ചറിഞ്ഞു. കൂടുതൽ അന്വേഷണത്തിലാണ് മാലിന്യം തള്ളിയ ഏജൻസിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. ശബരിമലയിൽ ഭസ്മക്കുളം മാറ്റി സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി പുതിയ ഭസ്മക്കുളത്തിനായുള്ള തറക്കല്ലിടൽ ചടങ്ങ് ഇന്ന് ഉച്ചയ്ക്ക് 12നും 12:30 ഇടയിലുള്ള മുഹൂർത്തത്തിൽ നടന്നു. തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് തറക്കല്ലിടൽ നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. സന്നിധാനത്തെ 3ാമത്തെ ഭസ്മക്കുളത്തിന്റെ നിർമ്മാണമാണ് ഇനി നടക്കുക. ക്ഷേത്രത്തിന് മുൻഭാഗത്തായി മീനരാശിയിലാണ് കുളം നിർമ്മിക്കുക. മകരജ്യോതി, ശബരി ഗസ്റ്റ് ഹൌസുകൾക്ക് സമീപമായാണ് പുതിയ ഭസ്മക്കുളം നിർമ്മിക്കുന്നതിനായി സ്ഥാനനിർണ്ണയം നടത്തി തറക്കല്ലിട്ടത്. ആദ്യം ഇപ്പോഴത്തെ ഫ്ളൈ ഓവർ നിന്നിരുന്ന സ്ഥലത്തായിരുന്ന ഭസ്മക്കുളം വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ഥാനം മാറ്റി നിലവിൽ നിൽക്കുന്ന സ്ഥലത്തേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ ഈ പ്രദേശം വളരെ താഴ്ന്നതായതിനാൽ വലിയ തോതിൽ മാലിന്യം നിറയുന്നതായുള്ള ആക്ഷേപം അന്നു മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഭസ്മക്കുളം മാറ്റി സ്ഥാപിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തത്. കുളത്തിനായുള്ള സ്ഥാനനിർണ്ണയം ഇന്നു രാവിലെ വാസ്തുശാസ്ത്ര വിജ്ഞാന കേന്ദ്രം അധ്യക്ഷൻ K. മുരളീധരന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. ആലപ്പുഴ ചേർത്തല കാർത്യായനി ദേവീക്ഷേത്രത്തിൽ നവീകരണത്തിന് തുടക്കം. ഭരണാനുമതി ലഭിച്ച 16 ലക്ഷം രൂപ വിനിയോഗിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. സ്ട്രോങ് റൂം, ഭജനപുര എന്നിവയും അവശ്യ അറ്റകുറ്റപ്പണികളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ഷേത്രത്തിലെ പോരായ്മകൾക്കും ജീർണാവസ്ഥയ്ക്കും പരിഹാരം കാണുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതർ അറിയിച്ചു. ക്ഷേത്രത്തിലെത്തി പരിശോധനകൾ നടത്തി ഭക്തജനങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷം നടന്ന അവലോകന യോഗത്തിലാണ് ബോർഡ് ഉറപ്പു നൽകിയത്. മന്ത്രി P. പ്രസാദിന്റെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. എറണാകുളം വൈപ്പിൻ ഓച്ചന്തുരുത്ത് സർവീസ് സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷ സമാപനം ബാങ്ക് ഓഫീസ് ഓഡിറ്റോറിയത്തിൽ ഈ മാസം 25-ന് നടക്കും. പാലിയേറ്റീവ് കെയർ പ്രവർത്തകരെ ആദരിക്കലും വീൽ ചെയർ വിതരണവും ഇതിന്റെ ഭാഗമായി നടക്കും.
വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം നൽകൽ, ഓണപ്പുടവ വിതരണം എന്നിവയും ജീവനക്കാരുടെ തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ, നവീന കൈകൊട്ടിക്കളി എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. അമ്പലപ്പുഴ കരുമാടി ജലോത്സവം ഇന്ന് കരുമാടിക്കുട്ടൻ മണ്ഡപത്തിന് സമീപം നടക്കും. കരുവാറ്റ ശ്രീവിനായകൻ, ജവഹർ തായങ്കരി, ആനാരി എന്നീ ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കും. വെപ്പുവള്ളങ്ങളും ഫൈബർ ചുണ്ടൻ വള്ളങ്ങളും കളിവള്ളങ്ങളും മത്സരരംഗത്തുണ്ടാവും. ഉച്ചകഴിഞ്ഞ് 2 മണി മുതലാണ് മത്സരം. ഇടുക്കി ഡാമിലെ ജലനിരപ്പിൽ വർധന. മുൻവർഷത്തേക്കാൾ 35.76 അടി വെള്ളത്തിന്റെ വർധനവാണ് ഇടുക്കിയിലുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. 2368.18 അടിയാണ് നിലവിലെ ജലനിരപ്പ്. മുൻ വർഷം ഇത് 2332.42 അടിയായിരുന്നു. സംഭരണശേഷിയുടെ 62.08% വെള്ളം ഡാമിലുണ്ട്. മുൻ വർഷത്തേക്കാൾ 35.76 അടി വെള്ളത്തിന്റെ വർധനവാണ് ഇടുക്കിയിലുള്ളത്. വൃഷ്ടിപ്രദേശത്ത് പെയ്ത കനത്ത മഴയെ തുടർന്ന് ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ച നിലയിലാണ്. ഇതിനു പുറമെ മൂലമറ്റം പവർ ഹൌസിൽ നിന്നുള്ള വൈദ്യുതോൽപാദനം കുറച്ചതും ഇടുക്കിയിലെ ജലനിരപ്പ് താഴാതിരിക്കാൻ കാരണമായി. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലയിൽ നിന്ന് ഉച്ചവരെ ഹൈറേഞ്ച് ലോറേഞ്ച് വ്യത്യാസമില്ലാതെ തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു. ഇന്ന് രാവിലെ അവസാനിച്ച കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 40.1 മില്ലിമീറ്റർ മഴയാണ് ഇടുക്കിയിൽ രേഖപ്പെടുത്തിയത്. 25 മില്ലിമീറ്റർ മഴ പെയ്ത പീരുമേട്ടിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. ഈ വർഷത്തെ ബാഡ്മിന്റൺ ഏഷ്യ ജൂനിയർ ചാമ്പ്യൻഷിപ്പ് മറ്റന്നാൾ ആരംഭിക്കും. ചൈനയിലെ ഷെങ്ഡുവിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 15, അണ്ടർ 17 വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. ഇന്ത്യയിൽ നിന്നുള്ള 39 കായിക താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഷെങ്ഡുവിൽ നടന്ന ചാമ്പ്യൻഷിപ്പിന്റെ അവസാന പതിപ്പിൽ ഇന്ത്യ 1 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും നേടിയിരുന്നു. 2025 ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ്. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ഖനന പ്രവർത്തനങ്ങൾ നിരോധിച്ചു. മലയോര മേഖലകളിൽ ഉൾപ്പെടെ ശക്തമായ മഴ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കടലോര, കായലോര, മലയോര മേഖലകളിലേക്കുള്ള അവശ്യ സർവീസുകൾ ഒഴികെയുള്ള ഗതാഗതവും നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഒരു ഭീതിയായി നിൽക്കുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ദേശീയ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം VSSCയിൽ സംഘടിപ്പിച്ച സിംബോസിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുരേഷ് ഗോപി. ഡാം പൊട്ടിയാൽ ആരുത്തരം പറയുമെന്നും സുരേഷ് ഗോപി ചോദിച്ചു. മുല്ലപ്പെരിയാർ പൊട്ടുമോ ഇല്ലയോ എന്ന വിവാദത്തിൽ ഇനിയും ഒരു കണ്ണീർ കാണാനുള്ള കരുത്തില്ലെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ഇതിന്റെയൊക്കെ ശാസ്ത്രീയ വശങ്ങൾ കണ്ടെത്തി കോടതിയെ ധരിപ്പിക്കുന്ന തരത്തിൽ നടപ്പിലാക്കാൻ ISRO പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് കഴിയുമെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. CPI ഇടതുമുന്നണിയുടെ ഭാഗമാണെങ്കിലും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ സമരം നടത്താമെന്ന് CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. ആലപ്പുഴയിൽ സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൌൺസിൽ സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊൽക്കത്തയിലെ ആർജിക്കർ ആശുപത്രിയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധ സൂചകമായി തിരുവനന്തപുരം വെള്ളയമ്പലം മാനവീയം വീഥിയിൽ ഇന്ന് മെഴുകുതിരി തെളിയിക്കും. രാത്രി 7 മണിക്ക് മാനവീയം തെരുവിടത്തിന്റെ ആഭിമുഖ്യത്തിലാണ് മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിക്കുക. തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന നാടക ശില്പശാല നാളെ ആലപ്പുഴയിൽ തുടങ്ങും. 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി നാളെ ഉച്ചയ്ക്ക് ശേഷം 3:30 സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ചിറയൻകീഴ് താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ആശാൻ സാഹിത്യോത്സവം ഇന്ന് ശാർക്കര ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കും. വി ശശി MLA ഉദ്ഘാടനം ചെയ്യും. വേളാങ്കണ്ണി പെരുന്നാളിനോടനുബന്ധിച്ച് തിരക്ക് കുറയ്ക്കുന്നതിനായി തിരുവനന്തപുരം വേളാങ്കണ്ണി തിരുവനന്തപുരം പ്രത്യേക ട്രെയിൻ സർവീസ് ഈ മാസം 21, 28, അടുത്ത മാസം 4 തീയതികളിൽ തിരുവനന്തപുരത്ത് നിന്ന് വേളാങ്കണ്ണിയിലേക്കും തൊട്ടടുത്ത ദിവസങ്ങളിൽ തിരിച്ചുമാണ് സർവീസ്. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഓണം ഖാദിമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാന സർക്കാരിന്റെ 4ാം 100 ദിന പരിപാടിയുടെ ഭാഗമായി പാലക്കാട് ജില്ലാതല തദ്ദേശ അദാലത്ത് നാളെ. മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിലാണ് അദാലത്ത്. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക്. ബാഡ്മിന്റൺ ഏഷ്യ ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് മറ്റന്നാൾ ചൈനയിൽ തുടക്കമാകും. ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്നത് 39 താരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.